ദൈവം എപ്പോഴും സംസാരിക്കുന്നു. പക്ഷേ ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാൻ തയ്യാറല്ല, നമ്മൾ ഇരുന്ന് കൊടുക്കാൻ തയ്യാറല്ല. നമ്മുടെ പ്രാർത്ഥനയൊക്കെ വൺ വേ ട്രാഫിക്കാണ്, അല്ലേ? ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ ഈ ടെലിഫോണൊക്കെ പണ്ട് ഉണ്ടല്ലോ, എന്തുവാ സിംഗിൾ ലൈൻ, സിംഗിൾ സ്പീച്ച് എന്ന് പറയുമല്ലോ. എന്താണ്, അങ്ങോട്ട് മാത്രമേ നമ്മൾ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. നമ്മൾ അപ്പുറത്തു നിന്ന് ചിലപ്പോൾ നമ്മൾ ഹലോ 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 ഇങ്ങോട്ടൊന്നും കേൾക്കത്തില്ല. ഇതേപോലെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് പോയി പറഞ്ഞേച്ച് നമ്മളിങ്ങനെ ഓടിപ്പോരുക, നമ്മൾ കേൾക്കാൻ നിൽക്കുന്നില്ല. ഈ 16 വയസ്സുള്ള ചെറുക്കൻ്റെ കാര്യം പറഞ്ഞപ്പം ചിലപ്പോൾ ആളുകൾ എന്നോട് 1-2 പേര് ചോദിച്ചു, എന്നാൽ പിന്നെ അപ്പനങ്ങ് പറയരുതായിരുന്നു, മോനെ എടാ നിനക്കിപ്പോൾ 16 വയസ്സാണ്, നിനക്ക് ഇതിനുള്ള പ്രായമായില്ല, 2 കൊല്ലം കൂടെ കഴിയട്ടെ, ഞാൻ നിനക്ക് ബൈക്ക് വാങ്ങിച്ചു തരാം എന്ന് അപ്പന് പറഞ്ഞാൽ പോരായിരുന്നു? പറഞ്ഞാൽ മതിയായിരുന്നു, പറയാൻ അപ്പൻ തയ്യാറുമായിരുന്നു. പക്ഷേ കേൾക്കാൻ ഇവിടെ നിന്ന് കൊടുക്കണ്ടായോ? ഇവൻ രാവിലെ എഴുന്നേറ്റ ഉടനെ പറയുന്നത് ബൈക്ക് വേണം ബൈക്ക് വേണം ബൈക്ക് വേണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറഞ്ഞിട്ടെങ്കിൽ പോരുകയല്ലേ. നമ്മുടെ പ്രാർത്ഥനയൊക്കെ എന്തുവാ, നമ്മുടെ മോഹങ്ങളെല്ലാം കൂടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ കൂളായിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇട്ടേച്ച് പോന്നിരിക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മളൊന്ന് തയ്യാറാകണ്ടേ? പാറമേൽ അടിസ്ഥാനം ഇടുന്നു എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിനകത്ത് ഞാനൊരു ഉദാഹരണം ഇതുമായിട്ട് റിലേറ്റഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവം പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്ത ആളുകളുടെ, നമ്മൾ സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഒരു ഡിവോഴ്സിൻ്റെ കേസാണ്. ഒരു സ്ത്രീ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തു, കോടതിയിൽ വന്നു. കോടതിയിൽ വന്നപ്പോൾ കാരണം പറഞ്ഞിരുന്നത് വിവാഹം കഴിച്ചിട്ട് 12 വർഷമായി ഇതുവരെ ഭർത്താവിനോട് സംസാരിച്ചിട്ടില്ല. കോടതി പറഞ്ഞു വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് 12 വർഷമായിട്ട് ഭാര്യയോട് സംസാരിക്കാത്തതോട് എന്തിനാണ് ജീവിക്കുന്നത്? ഉടനെ അപ്പൻ അല്ലെങ്കിൽ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ സംസാരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നോട് അങ്ങൊന്ന് കേൾക്കണം. ഉടനെ ജഡ്ജി പറഞ്ഞു, എടോ താനൊന്നും സംസാരിക്കണം, താൻ ഊമനൊന്നും അല്ലല്ലോ, താൻ എന്നോട് സംസാരിച്ചല്ലോ, എന്നിട്ടാന്നുള്ളൂ താൻ കെട്ടിയ പെണ്ണിനോട് ഇത്രയും നാളായിട്ട് സംസാരിക്കും, എന്ത് കാരണമാണെന്ന് എന്താ? അല്ല ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. ശരി, എന്ത് കാരണത്താലാ? ഉടനെ ഭർത്താവ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 12 വർഷമായി ഇവളോട് സംസാരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇവളൊന്ന് നിർത്തിയിട്ട് വേണ്ടായോ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ? ഇതേപോലെയാണ് പലപ്പോഴും പ്രാർത്ഥനയുടെ കാര്യത്തിൽ. ദൈവത്തിന് നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ നമ്മളൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് പറയാൻ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല. പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മുടെ സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. മോശയോട് ദൈവം അഭിമുഖമായി ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിച്ചു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം ആ കൂടാരത്തിലേക്ക് ചെല്ലും. അതിൻ്റെ പേര് സമാഗമന കൂടാരം എന്നാണ്. സമാഗമന കൂടാരം ശരിക്കും മലയാളത്തിലെ വാക്ക് നല്ല പേരാണ്, ടെന്റ് ഓഫ് മീറ്റിംഗ്. സമാഗമന കൂടാരം, സമമായി ആഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവയെ അന്വേഷിക്കുന്നവൻ പാളയത്തിൽ നിന്ന് ഈ കൂടാരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവനെ അന്വേഷിച്ച് ദൈവം സ്വർഗത്തിൽ നിന്ന് വരും. 2 പേരും കൂടി ഇവിടെ സമമായി ആഗമിച്ചെത്തുന്നതായ കൂടാരം. ഇതാ വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഒരു ടെന്റ് ഓഫ് മീറ്റിംഗ് ആണ്. എന്ത്? നാം ദൈവത്തെ അന്വേഷിച്ചിരുന്നു, ദൈവം നമ്മളെ അന്വേഷിച്ചിറങ്ങി വരുന്നു, നമ്മൾ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നു. അവിടെ എങ്ങനെയാണ്? അവിടെ സംസാരിക്കുന്നത് ഒരു സ്നേഹിതനോട് എന്നതുപോലെ അന്യോന്യമുള്ള സംസാരം. അതാ പ്രാർത്ഥന. അല്ലാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വന്യമായ മോഹങ്ങൾ നിർവഹിക്കാൻ ദൈവത്തെ പിടിച്ചു വലിച്ചിഴച്ച് ഞാൻ എന്തെങ്കിലും ദൈവത്തെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമല്ല. അത് പാടില്ല. അങ്ങനെ ദൈവം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ആരണോ, ചെയ്താൽ അത് മോശമാകും. കാര്യം അത് നമുക്ക് ഏറ്റവും നല്ലത് അതല്ല. നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്? ദൈവത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കുന്നതല്ലേ വലുത്. അല്ലാതെ എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ദൈവത്തെ കൊണ്ടുവരുന്നത് അല്ലല്ലോ നല്ലതാണോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണോ വലുത്, അതോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണോ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് ദൈവസന്നിധി പോയി ചോദിച്ചറിയുന്നതിനാണ് പ്രാർത്ഥന. നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാൻ പറ്റും. ഹല്ലേലൂയ. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒന്ന് നമ്മുടെ ബിലയാമിൻ്റെ കാര്യത്തിലാണ്. ബിലയാം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. ബിലയാം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ലൊരു മനുഷ്യനാണ്. ഈ പഴയ നിയമത്തിലെ പല ദുഷ്ട കഥാപാത്രങ്ങൾ നമ്മൾ പറയുന്നവരും നമ്മളെക്കാളും ഭേദമാണ്. ഈ ബിലയാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ബാലാക്ക് കുറേ ആളുകളെ അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഒരു ജനം വന്ന് കിടക്കുന്നു, ആ പരീക്ഷയെ നീ വന്നിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ശപിക്കണം, വേറെ ഒന്നും ചെയ്യണ്ട. നീ വന്നൊന്ന് ശപിച്ചു കഴിഞ്ഞാൽ നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, നീ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവർ, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നീ വന്നൊന്ന് ശപിക്കണം, ഞാൻ നിനക്ക് ഇന്ന കാര്യങ്ങൾ തന്നേക്കാം. ഇവൻ്റെ അടുത്ത് ഈ ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്താ പറയുന്നത്? ബിലയാം പറയുന്നതെന്നറിയാമോ? അതെ, എന്നെ വിളിച്ച ഉടനെ വന്ന് കാണുന്നവരെല്ലാം ശപിക്കാനും കാണുന്നവരെല്ലാം അനുഗ്രഹിക്കാനും ഉള്ള ഒരു പ്രവാചകനല്ല ഞാൻ കുറച്ച് ഡിഫറൻറ്റാണ്. നമ്മുടെ പ്രവാചകന്മാർ അതുപോലും പറയത്തില്ല. എവിടെ ശപിക്കാനുള്ള ആൾക്കാർ ഞാൻ വരാം എന്നേ പറയത്തുള്ളൂ. ഇദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? യഹോവ എന്നോട് കൽപ്പിക്കുന്ന ഒഴികെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് നിങ്ങളിവിടെ താമസിക്കുക. ഞാൻ ദൈവത്തോടൊന്ന് ചോദിക്കട്ടെ, ഞാൻ അവിടെ പോയി ശപിക്കണോ വേണ്ടെന്നുള്ള ദൈവത്തോട് ചോദിച്ചു. കർത്താവ് പറയുന്ന അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിലയാം ഇന്നുള്ള പലരേക്കാളും ഭേദമാണെന്ന്. ഇല്ലേ? നമ്മൾ ബിലയാമിനെ വളരെ മോശക്കാരനായിട്ട് കാണുമെങ്കിലും ഈ കാര്യത്തിൽ അവൻ എന്താണ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, ദൈവം പറയുന്ന അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയത്തില്ല. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? അന്ന് രാത്രിയിൽ ഇവൻ
ബിലയാമിൻ്റെ അടുത്ത് ദൈവം പ്രത്യക്ഷനായി. ദൈവം ചോദിച്ചു, ആരാടാ അതിണ്ണയ്ക്ക് കിടക്കുന്നത്? ഇങ്ങനെയൊക്കെ ആയിരിക്കും ദൈവം ചോദിക്കുന്നത്. നമ്മുടെയൊക്കെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ എക്കോയിലൂടെയൊക്കെ നമ്മുടെ ഈ ജീസസ് ഫിലിമിലൊക്കെ കാണുമ്പോൾ മകനെ 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 എന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. കർത്താവ് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന ആളാണ്. കർത്താവ് ബിലയാമിനോട് ചോദിച്ചു, എൻ്റെ ചിന്ത ആരാടാ തിണ്ണയ്ക്ക് വന്ന് കിടക്കുന്നതെന്നാ. അവൻ കർത്താവിനോട് വരുന്നത്, അയ്യോ അതറിയത്തില്ലേ, അത് നമ്മുടെ ബാലാക്കിൻ്റെ, നമ്മുടെ ബാലാക്കോ, നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ബിലയാം പറയുക, നമ്മുടെ ബാലാക്കിൻ്റെ അവനെന്തിനാ വന്നത്? അല്ല, ഞാനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചാടിക്കേറി ഒന്നും പറഞ്ഞിട്ടില്ല കർത്താവ്, നീ പറയുന്നത് ചെയ്യത്തുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യ്, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചെന്ന് അവരെ ഒന്ന് ശപിക്കാൻ വേണ്ടി. കർത്താവ് എന്ത് പറഞ്ഞു? ഒറ്റ വാക്ക്, നീ പോകരുത്, ഡോണ്ട് ഗോ. ഒരു ഡിസ്കഷനും ഇല്ല, ഒന്നുമില്ല. എന്ത് പറഞ്ഞു? പോകരുത്. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് ഒറ്റയടിക്ക് ദൈവം അവനോട് പറഞ്ഞു. ഇവൻ നല്ല ചെറുക്കനാ. ഇവൻ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു? പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, ഐ എം സോറി, ഞാൻ വരത്തില്ല, ദൈവം പറഞ്ഞത് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അവർ പോയി കഴിഞ്ഞു. ബിലയാമിൻ്റെ അടുത്തുനിന്ന് അവർ ചെന്ന് ബാലാക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ബാലാക്ക് കൂടുതൽ മഹനീയരായ ആളുകളെയും കൂടുതൽ പണവും ഇട്ടുമൂടാനുള്ള പൊന്നും വെള്ളിയും എല്ലാം കൊണ്ടുവന്ന് പറഞ്ഞു, നീ എന്താ, ഞാൻ നിന്നെ എന്ത് വേണമെങ്കിൽ എനിക്ക് എന്തുമാത്രം നിനക്ക് തരാൻ കഴിയുമെന്ന് നിനക്ക് അറിയത്തില്ലേ? ഐ വിൽ ഗിവ് യു എനിത്തിങ്, ജസ്റ്റ് കം. ഒന്ന് വന്ന് ഞാൻ പറയട്ടെ, ഒരു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ലോകം നിങ്ങളെ ഇട്ടുമൂടാനുള്ള പണം നിങ്ങളുടെ മണ്ടയ്ക്ക് കൊണ്ടിടും. അതൊരു ഫാക്റ്റാ. എടി, ലോകത്തിന് സംഭവം നമ്മളെ അശുദ്ധരാക്കണമെന്നേ ആഗ്രഹമുള്ളൂ. അല്ലാതെ ലോകവുമായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ചിന്തിക്കുന്ന ലോകം വളരെ നല്ലതാണ്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പിതാക്കന്മാർക്ക് അത്രയും ലോകത്തെ മനസ്സിലായില്ല. ഈ ദ വേൾഡ് ഈസ് എ മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ട് എന്നാണ് നമ്മുടെ ചിന്ത. നോ, ദ വേൾഡ് ഈസ് ആൻ എനിമി. നമ്മൾ മനസ്സിലാക്കണം, ദ വേൾഡ് ഈസ് ആൻ എനിമി. നമ്മുടെ ശത്രുക്കളെ കുറിച്ച് വേദോസം പഠിപ്പിക്കുമ്പോൾ വേദോസത്തിൽ പറയുന്നത് ലോകം, ജഡം, പിശാച്. ജ്ഞാനങ്ങാണമായി ബൈബിൾ എഴുതിയെങ്കിൽ, അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കാഞ്ഞ്, ജ്ഞാനങ്ങാണം ആയിരുന്നെങ്കിൽ പിശാച്, ജഡം, ലോകമെന്ന് എഴുതത്തുള്ളായിരുന്നു. പക്ഷേ ദൈവ ആത്മനിവേശിതരായി വേദവസം എഴുത്തുകാരൻ എഴുതിയത് ലോകം, ജഡം, പിശാച് എന്ന. എന്നാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ലോകത്തെയാ. പിശാച് ഒനിഡ ടി വിയിലെ പരസ്യം പോലെ വന്ന് നിന്നായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. പക്ഷേ ഇവിടെ മുന്നേ വന്ന് നിൽക്കുന്നത് എന്താണ്? ലോകത്തിൻ്റെ കോമള രൂപമാണ്. പണമാണ്, സമ്പത്താണ്, സമ്പന്നതയാണ്, മാനമാണ്, ബഹുമാനമാണ്, പദവികളാണ്, കസേരയാണ്, ഭക്ഷണമാണ്, എല്ലാമാണ്. ദ വേൾഡ് ഈസ് റെഡി ടു ഗിവ് യു എനിത്തിങ് ഇഫ് യു ആർ എ മാൻ ഓഫ് കോംപ്രമൈസ്. ഒരു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ലോകം നിങ്ങളെ തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കും. അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ശരിക്കും ആത്മീയനാണെങ്കിൽ പറഞ്ഞേ, ഐ എം സോറി, ഐ വിൽ നോട്ട് കം, ഞാൻ വരത്തില്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് വരാൻ കഴിയത്തില്ല. പക്ഷേ ഇവൻ പറഞ്ഞതെന്നറിയാമോ? അതേ, വരണ്ടെന്നാ കർത്താവ് പറഞ്ഞു, എന്നാലും നിങ്ങൾ ഇന്നൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാനൊന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവഹിതം വിരുദ്ധമാണെന്നറിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്? അത് നാശത്തിലേ കലാശിക്കത്തുള്ളൂ. അവൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു പോ എന്ന് പറയുന്നത് മനസ്സോടെ പറഞ്ഞതല്ല. അതിൻ്റെ ടോൺ നമ്മൾ മനസ്സിലാക്കണം. ടോൺ മനസ്സിലാക്കുന്നത് നമ്മളൊരു സ്വാതന്ത്ര്യമായിട്ട് എടുക്കരുത്. ഇപ്പം പിള്ളേർ വന്നിട്ട് കളിക്കാൻ പോകാൻ വേണ്ടി നമ്മുടെ അടുത്ത് സംസാരിക്കുകയാണെന്ന് വെച്ചു, പപ്പ ഞാൻ പൊക്കോട്ടെ, ഞാൻ പോയി കളിച്ചോട്ടെ, ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പൊക്കോട്ടെ, ഞാൻ പൊക്കോട്ടെ എന്ന് 16 പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ അപ്പം പോടാ അവിടുന്ന് എന്ന് പറഞ്ഞു. ഓക്കെ, ഡാഡി സമ്മതിച്ചല്ലേ, പ്രൈസ് ലോട്ട്. പോടാ അവിടുന്ന് പറഞ്ഞത് ഇവൻ എന്തായിട്ടാണ് അത് ചിന്തിച്ചിരിക്കുന്നത്? അനുവാദമായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബിലയാം പറയാണ്, ഓക്കെ, ദൈവം അനുഗ്രഹിച്ചു, ദൈവം ദയാലുവാണ്. അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം, എൻ്റെ പെൺപിള്ളാരെ കെട്ടിക്കാനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇത്രയും നാൾ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു ഫോറിൻ ട്രിപ്പ് ഒന്നും ഒത്തിട്ടില്ല, ഇവൻ എങ്ങും പോകണ്ട, ഇവിടെ കൊണ്ട് തരിക ഇത്രയും പൈസ. ദൈവത്തിൻ്റെ ഒരു കരുണയെ. അവൻ പോകുന്ന വഴിയിൽ യഹോവയുടെ ദൂതൻ അവന് വിരോധമായി, അവനെതിരായി വന്നു നിൽക്കുന്ന നമ്മൾ കാണുന്നത്. ദൈവം പറഞ്ഞു വിട്ടതൊന്നുമല്ല അവൻ. ചിലപ്പോൾ ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അല്ല ബ്രദർ പറഞ്ഞൊക്കെ ശരിയാണ്, ദൈവത്തിനൊരു പെർഫെക്റ്റ് വില്ലുണ്ട്, പക്ഷേ ദൈവത്തിനൊരു പെർമിസീവ് വില്ലില്ലേ? പെർഫെക്റ്റ് വില്ലനുസരിച്ച് ഞാൻ പോകാൻ പാടില്ല, പക്ഷേ ദൈവത്തിൻ്റെ ഒരു പെർമിസീവ് വില്ലനുസരിച്ച്. ദൈവത്തിന് അങ്ങനെ 2 വില്ലൊന്നുമില്ല. ദൈവത്തിന് ഒന്നേ ഉള്ളൂ, നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള ഒരു ഹിതം. ഇറ്റ് ഈസ് ഓൺലി വൺ വിൽ. പെർമിസീവ് വില്ല് നമ്മൾ പിടിച്ചു വെച്ച് വാങ്ങിക്കുന്നതാണ്, അത് അപകടമാണ്. ദൈവം നിനക്കെതിരായിട്ട്, അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് വാസ് അഗൈൻസ്റ്റ് ഹിം. അവൻ എതിരായിട്ട് വന്ന് നിൽക്കുകയാണ്, വഴി തടഞ്ഞു നിൽക്കുകയാണ്. ഒരിക്കലും അതിനു വേണ്ടി പോകരുത്. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടി നിർത്ത്. ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഇഷ്ടം എന്താണ്? എന്നെക്കുറിച്ചുള്ള നിൻ്റെ സങ്കല്പം എന്താണ്? എന്നെക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നം എന്താണ്? അത് മതി എനിക്ക്. എന്നെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നമല്ല, എന്നെക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നം. പ്രിയമുള്ളവരെ, അപ്പോഴാണ് നമ്മൾ സ്തോത്രത്തോടുകൂടെ നമ്മുടെ ആവശ്യം ദൈവത്തെ അറിയിക്കാനായിട്ട്
നമുക്ക് കഴിയുന്നത് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയല്ല. പ്രത്യുത എന്താണ്? അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചിട്ട് അവൻ്റെ ഇഷ്ടം എന്നിൽ നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത്. എൻ്റെ വന്യമായ മോഹങ്ങളെല്ലാം പിടിച്ചെടുക്കാനായിട്ട് ദൈവത്തെ ഉപയോഗിക്കുന്ന ആ പരിപാടി നിർത്തണം. വി വാണ്ട് ടു സീ ദാറ്റ് വി ആർ പ്രേയിങ് സോ ദാറ്റ് ഗാഡ് വിൽ റിവീൽ അസ് ഹിസ് വിൽ അബൌട്ട് us. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറയാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. ജാതികൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ അരുത്. ജാതികളുടെ പ്രശ്നം എന്താണ്? അവർ ജൽപ്പനം ചെയ്യുന്നു. ജൽപ്പനം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൂടുതൽ ആവർത്തിക്കുന്നതല്ല, പ്രത്യുത അവരുടെ അധരം മാത്രമാണ്. അധരം സജീവമാണ്, ഹൃദയം സജീവമല്ല. അധരം സജീവമാണ്, അവരുടെ തല സജീവമല്ല, അവരുടെ ബോധ്യങ്ങൾ സജീവമല്ല. നമ്മുടെ പ്രാർത്ഥന ഇതാകരുത്. നമുക്ക് ദൈവം കൂളായിട്ട് കയറി ചെന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ളത് പകർന്നു കൊടുക്കാൻ അവസരം തന്നിട്ടുണ്ടല്ലോ, അനുവാദം തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ജൽപ്പനം നടത്തുന്നത്? വളരെ കൂളായിട്ട് അവനോട് സംസാരിക്കുക. നമ്മുടെ വാക്കുകൾ ഹൃദയത്തിൽ വികാരങ്ങളും തലയിൽ ബോധ്യങ്ങളും നൽകുന്ന വാക്കുകളായിരിക്കണം. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്, നമ്മളല്ല. ആര്? ജാതികൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ആകരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് അറിയുന്നുണ്ട്. അവർ ഗോഡ് നോസ് വാട്ട് വി നീഡ്. എൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്, എൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? അവൻ എന്നോട് എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ഇങ്ങോട്ട് അറിയിക്കുന്നു. അങ്ങനെ ഞാൻ അത് അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സ്തോത്രത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുത്ത് എൻ്റെ ആവശ്യങ്ങളെ അറിയിക്കാൻ കഴിയും. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എനിക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, ഇടപെടാതെ പ്രാർത്ഥിക്കാം, സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കാം. പക്ഷേ അതിനു മുമ്പ് എന്ത് വേണം? എൻ്റെ ആഗ്രഹങ്ങളല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ആവശ്യങ്ങൾ. ആ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ അറിയണം എന്നുള്ളതാണ്. നിങ്ങളുടെ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം. ഇനി നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ പെട്ടെന്ന് ഞാൻ പറയട്ടെ, ജാതികളുടെ പ്രശ്നം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജാതികളുടെ മറ്റൊരു വലിയ പ്രശ്നം പറയുന്നത് അവർ വിചാരപ്പെടുന്നതാണ് എന്നുള്ളതാണ്. ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇല്ലേ? ഇതൊക്കെയും എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗ്രീഡ്സ് അല്ല, യുവർ നീഡ്സ്. നമ്മൾ വേദപുസ്തകത്തെ പല സമയത്തും ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലും താഴെയുള്ള വാക്യങ്ങളൊക്കെ മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. നമ്മൾ പറയും വേദപുസ്തകത്തിൽ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും അവൻ സാധിപ്പിച്ച് തരും. ഇല്ലേ ബ്രദറെ? അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. ഇല്ലേ? ഉണ്ട്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഡിലൈറ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഫുൾഫിൽ ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. ആദ്യത്തേത് നമ്മൾ പറയത്തില്ല.